ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാട്ടിലെത്തിയ ദിവസത്തെ കറി വെക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും അത്രയും എഡിറ്റ് ചെയ്യാനും ഒന്നും അത്ര വലിയ സമയമില്ലല്ലോ. എത്തിയ അന്ന് തന്നെ ഞങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്കാണ് രാത്രി കണ്ണൂരെത്തിയത്. എന്നിട്ട് 3 മണിയാകുമ്പോൾ വീട്ടിലെത്തി. പിന്നെ ഉറങ്ങിയൊന്നുമില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയി പെയിൻ്റെല്ലാം അടിച്ച് വന്നത് കാരണം പോയി വീടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വെച്ചു. കാര്യമൊന്നുമില്ല. പിറ്റേ ദിവസം തന്നെ ടൈലിടാൻ വരുന്നതുകൊണ്ട് കാവിയായിരുന്നു മൊത്തം. അപ്പോൾ ടൈലിടാൻ വരുന്ന കാരണം അത് നമ്മളിപ്പോൾ അടിച്ചു വാരിയാലില്ലെങ്കിലും ഒക്കെ പൊടി പിടിക്കുമല്ലോ. എന്നാലും നമുക്ക് അന്ന് മൊത്തം താമസിക്കണമല്ലോ, അന്ന് പകലും അന്ന് രാത്രിയും. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 1 കിലോ ചെമ്മീനും 1 കിലോ അയിലയും വാങ്ങി. മീൻകാരൻ ഇഷ്ടംപോലെ മീൻകാർ പോകുമ്പോൾ എനിക്കവിടെ ഒച്ച കേൾക്കുമ്പോൾ പൊറുതി ഉണ്ടായില്ല എന്ന് പറയും അല്ലേ, അങ്ങനെ. എന്നിട്ട് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ചെമ്മീൻ കറി വെക്കുവാന്ന്. ചെമ്മീനും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, തക്കാളി, ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളിയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തിരുമ്മി വെച്ചു. അതിന് ശേഷം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി വഴറ്റി ഒരു 10 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്ക് മൊത്തത്തിലെല്ലാം വെന്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കുടംപുളി മുറ്റത്തന്നെ ഉണ്ടായി, അപ്പോൾ ഇങ്ങനെ പഴുത്ത് വരുന്നത്, അത് പറിച്ച് 2 പീസ് ഇട്ട് കൊടുത്തു ഇതിലേക്ക്. അപ്പോൾ ചെറിയൊരു പുളി ഉണ്ടായി. ഞാൻ മുന്നേ ഒന്നും തക്കാളിയുടെ പുളി മാത്രമേ ചേർക്കാറുള്ളൂ, വേറെ പുളിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു തിള വരുമ്പം തേങ്ങാപ്പാൽ 1, 2, 3 പാലൊന്നുമില്ല, മൊത്തത്തിലൊരു കട്ടിപ്പാൽ അങ്ങെടുത്ത് അതതിൽ ഒഴിച്ചു കൊടുത്തു. ചെല്ലിയ ആൾക്കാർക്ക് ഇങ്ങനെ അത് പിരിഞ്ഞു പോകുന്നൊക്കെ പറയുന്നതുകൊണ്ട് ആണ് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നല്ല തിള വന്നതിന് ശേഷം വെളിച്ചെണ്ണ മുകളിലേക്കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വാങ്ങിയാൽ തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ കറി റെഡിയായി. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചു, കുറച്ച് ചെമ്മീൻ തേങ്ങ അരച്ച് തന്നെ വെക്കാൻ മാറ്റി വെച്ചു. അത്രയല്ലേ വേണ്ടു, കുറച്ചൊരു ഫ്ലേവറിന്. പിന്നെ മീൻ അയില പൊരിച്ചു. അപ്പോൾ ഇന്ന് വന്നന്നത്തെ ഉച്ചക്കത്തെ കറി തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ കറിയും അയില വറുത്തത് എന്ന് പറയും, പൊരിച്ചത് എന്ന് പറയും, അതാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് എത്തി കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് ഭക്ഷണം റെഡിയാവും, ഇരിക്കണം, കഴിക്കണം, പുറത്ത് പോകണം, അങ്ങനെയൊക്കെയല്ലേ. ഇപ്പോൾ ആ രീതിയൊക്കെ മാറി. ഇപ്പം ശ്രീയാടൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരുന്നു. പോയി ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിരുമ്പോഴത്തേക്ക് അമ്മ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, അങ്ങനെയൊന്നും എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കൽ കേട്ടോ. അമ്മ രാവിലെ ഞങ്ങൾ എത്തുന്ന ദിവസം അങ്ങനെ ആക്കും, അത് കഴിക്കും. പിന്നെ യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കും. അപ്പോൾ അമ്മ ഉച്ചക്കത്തേക്ക് മീനൊക്കെ വാങ്ങിച്ച് മീൻ കറിയൊക്കെ വെക്കും. അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഈ സമയത്ത് എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ. പിന്നെ കുറേ നാൾ അമ്മക്ക് വയ്യാണ്ടായപ്പോൾ കുറേ നാൾ എൻ്റെ വീട്ടിലോട്ടാണ് പോവുക. അവിടെയാണെങ്കിലും എൻ്റെ അമ്മയും അടുത്ത മേലെ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെക്കും, ഞങ്ങൾ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴും അങ്ങനെ ഞങ്ങൾ പിന്നെ വർഷത്തിൽ 1 തവണ 2, 3 തവണയൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കങ്ങനെ എന്തോ ഒരു എന്താ പറയണ്ടേ, എപ്പോഴും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന കഴിക്കാൻ ഇഷ്ടമല്ല. എപ്പോഴും ഒരു ദിവസം 2 ദിവസമൊക്കെ ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ നമ്മളിപ്പം ഇവിടെ വീടിൻ്റെ പണിയും റിനോവേഷനെല്ലാം ആയത് കാരണം നമുക്ക് ഇവിടെ തന്നെ നിൽക്കണമല്ലോ. അത് കാരണം അങ്ങനെ ഓരോരോ കറികൾ ഉണ്ടാക്കുവാന്ന്. നാളെ തൊട്ട് കിച്ചണൊക്കെ ഒഴിഞ്ഞു കൊടുക്കണമല്ലോ പണിയെടുക്കുന്ന കാരണം. അപ്പോൾ അങ്ങനെ ചെമ്മീൻ കറിയും അയിലക്കറിയും ഒക്കെ വെച്ചു. മീനെല്ലാം റെഡിയാക്കി വെച്ചു ഫ്രിഡ്ജിൽ കാരണം. അതൊരു നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്തു. അപ്പോൾ അതാണിത്, പൊട്ടിപ്പൊളിഞ്ഞ അടുപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കറി വെക്കുന്നത് നല്ല അടുപ്പിലായിരിക്കും. ഇതൊക്കെ നന്നാക്കിയേട്ടാ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇനി ഞാൻ മുന്നോട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൽ ഫോട്ടോ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ 3 മീൻ മാത്രമേ പൊരിച്ചുള്ളൂ. എനിക്ക് ചേട്ടനും കണ്ണനും ശ്രീക്കുട്ടി വന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് വാഴയില വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില കൂടി ഇടണല്ലേ, കറിവേപ്പില ഇട്ട് നല്ല ഫ്ലേവർ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറ് വിളമ്പി, ഒരു പപ്പടം കൂടി വാട്ടി. അപ്പോൾ പപ്പടവും ഇത്ര മാത്രമേ കറിയുള്ളൂ കേട്ടോ, അത്രേ വേണ്ടൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില ആൾക്കാർക്കൊക്കെ തോരൻ വേണ്ടി വരുമെന്നില്ല. ചേട്ടൻ ഒരു കറിയേ വേണ്ടു ശരിക്ക്. ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ടേസ്റ്റായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.